ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഞങ്ങളുടെ നാമത്തെ വാഴ്ത്തുന്നു. പ്രിയപിതാവേ, ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ആഗ്രഹിച്ചത് പ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് സാധ്യമാക്കി തന്നിരിക്കുന്ന ഈ അനുഗ്രഹീതമായ സുവിശേഷ യോഗത്തിനായി ഞങ്ങൾ ഞങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പട്ടണത്തിൻ്റെ നടുവിൽ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളുടെ അധ്വാനങ്ങളും ഞങ്ങളുടെ ഓട്ടവും ഒക്കെ അങ്ങ് കണ്ട് ഇത്രത്തോളം മനോഹരമാക്കി ഈ കാര്യങ്ങളൊക്കെയും അങ്ങ് നിവർത്തിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാവേളയിൽ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഇത്രത്തോളം ഈ കാര്യങ്ങളെ ഭംഗിയായി അങ്ങ് ഞങ്ങൾക്ക് ക്രമീകരിച്ചു തന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഗ്രൗണ്ടിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ ഗ്രൗണ്ടിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദിവസങ്ങളായി ഇത് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്നതായ ഈ കൺവെൻഷൻ ഈ 3 ദിവസക്കാലവും വളരെ അനുഗ്രഹപ്രദമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് എല്ലാം ഒരുക്കി തന്നു. കാലാവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമാക്കി തന്നു. എല്ലാ കാര്യങ്ങളെയും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതിനായി ഞങ്ങൾ നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ കൊയർ ടീമിനെ കർത്താവ് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അഭിഷക്തരായ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ ദാസിമാരും ഇന്ന് രാത്രി അങ്ങയുടെ നാമത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് അവസരമൊരുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഈ സൗണ്ടും വെളിച്ചവും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, നന്നായി ചെയ്യുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവവചനം സംസാരിക്കുന്ന അവിടുത്തെ അഭിഷിക്തദാസനെയും ദൈവം കൊണ്ടുവന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കണം. ഈ ദേശത്തിന് ആവശ്യമാകുന്ന ആത്മീയ ആലോചനകൾ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ കൈമാറുവാൻ ദൈവങ്ങളുടെ ദാസനെ കരങ്ങളെടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. സ്വർഗത്തിലെ ദൈവം എല്ലാം നന്നായി ചെയ്യുന്നതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേഗത്തിൽ ഇനിയും അനേകർ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവല്ലോ, അവരെല്ലാം വേഗത്തിൽ ദൈവം കൂട്ടുവരുത്തുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെയ്ത സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈ പന്തലിനകത്ത് വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിക്കുവാൻ, വരുന്ന ദിവസങ്ങൾ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ നാമത്തെ പാടി ആരാധിക്കുവാൻ, ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറച്ചനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങൾ ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതിനായി നിയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാർ നമ്മുടെ നടുവിലുണ്ട്. അവരെ ശുശ്രൂഷ അവരിലേക്ക് കൈമാറിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.